ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളായി നമ്മുടെ പ്രശ്നേഷ് കുട്ടാപ്പിയുടെ ഒരു കോണ്ടന്റ് ചെയ്തിട്ട്. പുള്ളിക്ക് ഇപ്പൊ അധികം റീച്ചും കാര്യങ്ങളൊന്നുമില്ല. ആരും അദ്ദേഹത്തെ പറ്റി വീഡിയോ ചെയ്യുന്നത് ഇപ്പം കാണുന്നില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ ചാനലിൽ ഒരു വീഡിയോ കണ്ടു. നാഴികയ്ക്ക് 40 വട്ടം നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തു കഴിഞ്ഞ് സമൂഹത്തിന് നല്ല പ്രവൃത്തികൾ മാത്രം ചെയ്ത് തുടർന്ന് വരുന്ന നമ്മുടെ പ്രശ്നേഷ് കുട്ടാപ്പിക്ക് ഇപ്പോ വീട്ടുകാരെ തള്ളി പറഞ്ഞിട്ടാണ് വീഡിയോ ഇട്ടേക്കുന്നത്. അമ്മയും അനിയത്തിയും കൊള്ളരുതാത്തവർ ഇവരെ വീട് കയറി ആക്രമിക്കുന്നു, വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു. വീട്ടുകാർക്കെതിരെ ഇപ്പം പ്രശ്നം. ഇവൻ ഇപ്പോഴാണ് ശരിക്കും പ്രശ്നേഷായത്. ഇത്രയും നാൾ അവന് നാട്ടുകാരായിരുന്നു പ്രശ്നം. ഇപ്പൊ അവന്റെ സ്വന്തം വീട്ടുകാർ, അമ്മയും അനിയത്തിയും അവന് പ്രശ്നക്കാരായി മാറിയിരിക്കുകയാണ് ഗൈസ്. ഞാൻ എന്താണെങ്കിലും ഇവൻ പറഞ്ഞ ആ ഒരു വീഡിയോ ഒന്ന് വെക്കാം. അത് ആദ്യം നിങ്ങളൊന്ന് കേക്ക്. 7.5 മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിച്ച അച്ഛനോട് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞൊരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എന്റെ അമ്മ ചെയ്ത് കാണിച്ചത്. അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നീ വരുന്നെങ്കിൽ വന്നു. ഇതിനകത്തുനിന്ന് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ പ്രോപ്പർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തു. പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിക്ക് ഞാൻ പറഞ്ഞു, ഇടി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ട് വേണം നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തിയെ കണ്ടുകൂടാത്തവനായി, ഞാൻ ഇപ്പൊ അമ്മയെ കണ്ടുകൂടാത്തവനായി, അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി, ഞാൻ എന്റെ ഭാര്യയെ കല്യാണം കഴിച്ചോടുകൂടി മാറിപ്പോയി. പണ്ട് എന്റെ അച്ഛൻ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ തുടങ്ങിയ സമയത്ത് എന്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്ത് അമ്മ എന്തൊക്കെ സംസാരിച്ചു ഇതിനെങ്ങനെയും ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട്. അങ്ങനെയാണ് ഞാൻ അച്ഛന്റെ കാര്യത്തിൽ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ നോക്കി. അങ്ങനെയാണ് അച്ഛൻ കാളാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഗുണ്ടയും കൊണ്ട് വീട്ടിലോട്ട് വന്നത്. പക്ഷെ അന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ണിങ് ആയതുകൊണ്ടും അച്ഛനുമായിട്ട് ഭയങ്കര ഇമോഷണൽ ബോണ്ട് അല്ലാത്തതുകൊണ്ടും എന്റെ ആരോഗ്യം നോക്കി നിന്നു. അന്ന് അടിയൊന്നും കിട്ടാണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ അമ്മയെടുക്കൽ എനിക്കൊരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായതുകൊണ്ട് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തിയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ വെച്ച് കൂട്ടി. അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഗുണ്ടന്മാരും ഗുണ്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കയ്യേറ്റം ചെയ്ത് വണ്ടിയൊക്കെ അടിച്ചു പൊളിക്കാനൊക്കെ നോക്കി. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പം വീട്ടിലോട്ടൊന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്കിപ്പോ വീടുമില്ല, കൂടുമില്ല, സ്വന്തക്കാരും ബന്ധുക്കാരും ആരുമില്ല. അപ്പോ ഇതായിരുന്നു പ്രശ്നേഷിന്റെ ആ ഒരു വീഡിയോ. എനിക്ക് ഒരു 4 ദിവസം മുമ്പ് ഈ ഒരു സംഭവത്തെ പറ്റി ഇവന്റെ ഒരു നാട്ടുകാരൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. പുള്ളിക്കാരൻ പറഞ്ഞ കാര്യം എനിക്ക് ഇവിടെ ഒന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാര്യം തെളിവില്ലല്ലോ നമുക്ക്. കാരണം ഇവൻ ആ വീട്ടിൽ പോയി കിടന്ന് കുറെ പോക്രിതങ്ങൾ കാണിച്ചു, നാട്ടുകാർ കൂടി പോലീസിനെ വിളിക്കാനൊക്കെ പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. എന്തോ ഒരു സ്വർണ്ണത്തിന്റെ പ്രശ്നമാണെന്നും പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഞാൻ പുറത്തിപ്പം പറയുന്നില്ല. ഈ ഒരു ഇവനിപ്പോ ഈ പറഞ്ഞ വീഡിയോയിലോട്ട് നമുക്ക് വരാം. ഈ വീഡിയോയ്ക്കകത്ത് ഇവൻ ഇതിനകത്ത് പറയുന്ന ഒരു പർട്ടിക്കുലർ ഡയലോഗ് ഉണ്ട്. ഞാൻ ഒന്നുകൂടെ ഒന്ന് കേൾപ്പിക്കാം. പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിക്ക് ഞാൻ പറഞ്ഞു, ഇടി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, നിനക്ക് ഇഷ്ടമുള്ള പഠിക്കാതെയും പോവാണ്ട് പണിയെടുക്കാതെ വീട്ടിലുള്ള അപ്പുറം ഇപ്പുറമുള്ള ബോയ്സിന് ഫോൺ വിളിച്ച് കുത്തിയിരുന്ന അനിയത്തി എടുത്ത് ഞാൻ പറഞ്ഞു. ഇവനൊരു ചേട്ടനാണോ? സ്വന്തം പെങ്ങളെ പറ്റിയല്ലോ ഇവന് പറയുന്നത്. ഇവന് അങ്ങനെ ഒരു ബോധമുണ്ടോ? ആ പെങ്കൊച്ചിനൊരു ഭാവിയുണ്ടോ? ഈ ചേട്ടൻ എന്ന് പറയുന്ന ഈ ടാഗ്രയുള്ള നാറിക്ക് എന്തോ ആയിക്കോട്ടെ, അതിന്റെ പെങ്ങളല്ലയോടാ, അതിനെ പറ്റിയാണോ നീ പറയണേ? എന്ത് തോന്നിയോസ പറയണേ? നിന്റെ ലെവൽ ഇപ്പം നീ എത്രമാത്രം തരം താഴാമെന്ന് ഇപ്പൊ ഇതിനകത്ത് മനസ്സിലായി. എനിക്ക് തോന്നണില്ല അവരുടെ ഭാഗത്ത് കുറ്റമാണോ. എനിക്ക് മെയിനായിട്ട് ഇവന്റെ സംസാരം കേട്ടിട്ട് ഇവന്റെ ഭാഗത്ത് ഇവന്റെ നാക്കാണ് മെയിൻ എന്നാണ് എനിക്ക് തോന്നണത്. കാര്യം എനിക്ക് ആ മെസ്സേജ് അയച്ച പയ്യനും ഇവനെ പറ്റിയാണ് സംസാരിച്ചിരിക്കുന്നത്. ഇവൻ ഈ പറഞ്ഞൊന്നുമല്ല, ശരിക്കും കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. വണ്ടിയൊക്കെ തല്ലി പൊളിക്കാൻ വന്നെന്ന് ഒക്കെ പറയുന്നുണ്ടല്ലോ, അതല്ല അതിന്റെ അപ്പുറം കുറെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവൻ ഈ പറയുന്ന ഇവന്റെ വേർഷനാണ്. ഇനി അവരുടെ ഒരു വേർഷൻ കേട്ടാൽ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇവൻ ഇപ്പൊ ഈ തള്ളി പറഞ്ഞ അമ്മയും അനിയത്തിയും ആയിരുന്നു ഇവന്റെ ഈ ഒരു ഗ്രീൻ ഹൗസ് എന്ന് പറയുന്ന സംരംഭം തുടങ്ങിയപ്പം കൂടെ നിന്നത്. ആ പെങ്കൊച്ചങ്ങാണ്ടായിരുന്നു ഇവന്റെ കമ്പനിയിലെ ആദ്യത്തെ എംപ്ലോയി. ഇവന്റെ കൂടെ ആ പെങ്കൊച്ചും ഇതുപോലെ ക്ലീനിങ്ങിനൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ വീഡിയോ വെച്ച് തരാം. ക്ലീനിങ് ലിക്വിഡ് എടുത്തിട്ടുണ്ട്. അപ്പൊ ജീവിതത്തിലെ ആദ്യത്തെ വാട്ടർ ടാങ്ക് ചിഞ്ചു നല്ല പക്കയായിട്ട് ഡീപ് ക്ലീൻ ആക്കിയിട്ട് സാഹസികമായിട്ട് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവന്റെ കൂടെ കട്ടക്ക് നിന്ന ഒരു കുട്ടിയാണത്. അതിനെപ്പറ്റിയാണ് ഇവൻ ഈ പറഞ്ഞേക്കുന്നത്. ഇനി ഇവന്റെ വേറൊരു മാർക്കറ്റിംഗ് എന്താണെന്ന് പറഞ്ഞാൽ ഇവന്റെ സ്വന്തം ജീവിതകഥ പറഞ്ഞിട്ടാണ് ഇവൻ കുറെ ആളുകളിലോട്ട് ആദ്യം ഒരു സെന്റിമെന്റ്സ് കൊണ്ടുവന്നത്. ഇവന്റെ അച്ഛൻ ഇവന്റെ ചെറുപ്പകാലത്ത് ഇവനെയും ഇവന്റെ അമ്മയൊക്കെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. ഒരുപാട് ഗാർഹിക പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ഫാമിലിയാണ്. അന്ന് അതൊക്കെ പറയുമ്പോൾ അമ്മയൊക്കെ വലിയൊരു ദൈവത്തിന് തുല്യം എന്നുള്ള രീതിയിലാണ് അന്ന് പറഞ്ഞത്. അതേ നാവ് കൊണ്ടാണ് ഇന്ന് ആ അമ്മയെ തന്നെ ഇവൻ തള്ളി പറഞ്ഞേക്കുന്നത്. അന്ന് ഇവൻ പറഞ്ഞ ആ ഒരു വീഡിയോ ഏതാണ്ട് 60-62 ലക്ഷം ആളുകൾ കണ്ടിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ ഒന്ന് വെച്ച് തരാം.
വലിയ അച്ഛനും വലിയച്ഛനും കൂടെ ഇരുന്ന് കള്ളു കുടിക്കുന്നതും കുടിച്ചിലൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് രണ്ടുപേരും കൂടെ തല്ലുകൂടുന്നതൊക്കെ കുട്ടിക്കാലത്ത് സ്ഥിരം കാഴ്ചകളായിരുന്നു. അങ്ങനെ മിക്കപ്പോഴും ഈ പ്രശ്നങ്ങളെല്ലാം ചെന്ന് നിൽക്കുന്നത് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലും കുതിരപ്പന്തി പാർട്ടി ഓഫീസിന് മുന്നിലും ഒക്കെയാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പാർട്ടി ഓഫീസുകളിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ കയറേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഒരു കുട്ടിയുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ്. ഒരു ദിവസം അലക്കിട്ടുന്ന തുണി എടുത്തുകൊണ്ടിരുന്ന അമ്മയുടെ കൈ അച്ഛൻ പണിയായുധം വെച്ച് തല്ലിയൊടിച്ചത് എന്റെ കൺമുന്നിൽ വെച്ചായിരുന്നു. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് യാതൊരു പ്രകോപനവും ഇല്ലാണ്ടുണ്ടായ അച്ഛന്റെ ഈ ഒരു അപ്രതീക്ഷിത ആക്രമണത്തിലൊന്നും നിലവിളിക്കാൻ പോലും പറ്റാണ്ട് അമ്മ അവിടെ ഇരുന്ന് പോവുകയാണ് ഉണ്ടായത്. കളിയും ചിരിയായിട്ട് സന്തോഷത്തോടെ കടന്നുപോകുന്ന കുട്ടികളെ എന്റെ ലൈഫിൽ കടന്നുപോയത് ഇതുപോലെയുള്ള ഭയാനകമായ ഓർമ്മകളിലൂടെയാണ്. കള്ളുകൂടി എന്നുള്ള പ്രക്രിയയെ അന്ധമായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഖജനാവ് നിറയ്ക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്നെ പോലുള്ള കള്ളുകൂടിയന്മാരുടെ മക്കളുടെ കണ്ണീരിനൊന്നും വലിയ വിലയില്ലെന്ന്. പണവും പവറും ഇല്ലെങ്കിൽ നീതി കിട്ടാത്ത നമ്മുടെ നാട്ടിൽ സ്വന്തം ഭർത്താവിന്റെ കൊടും ക്രൂരതകൾ അതിജീവിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി പോരാടിയ എന്റെ അമ്മയാണ് എന്റെ ഇൻസ്പിറേഷൻ. ഒരു ചെറിയ ഗ്രാമത്തിൽ പിറന്നത് കൊണ്ട് തന്നെ ഒരുപാട് വലിയ സ്വപ്നങ്ങളൊന്നും കാണാതെ വളർന്ന് ഒരു കള്ളുകൂടിയനെ കല്യാണം കഴിക്കേണ്ടി വന്നു. ഒറ്റപ്പെടുത്തലുകൾക്കും കുത്തുവാക്കുകൾക്കും മുന്നിൽ തളർന്നു കൊടുക്കാതെ മക്കൾക്ക് വേണ്ടി പോരാടിയ ഈ അമ്മയുടെ ആശയാണ് എന്റെ വാശി. ആ ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ് ഒക്കെ കേട്ടോ, അമ്മയാണ് എൻ്റെ ഇൻസ്പിറേഷൻ, എന്തോ കുത്തുവാക്കുകൾക്കും വേറെ വാക്കുകൾക്കും ഒന്നും തളരാതെ സ്വന്തം മക്കൾക്ക് വേണ്ടി പോരാടിയ അമ്മയുടെ ആശയാണ് എൻ്റെ വാശി. വയലാർ എഴുതുമോ ഇതുപോലെ? അജാതി ഡയലോഗാണ് അമ്മയെ പറ്റി അന്ന് ഇവൻ പറഞ്ഞത്, എന്നിട്ട് ഇന്ന് വന്ന് പറയുന്നത്. എൻ്റെ പൊന്ന് പ്രശ്നേഷ്, നീ ഇപ്പോഴാടാ കുട്ട, നീ ശരിക്കും പ്രശ്നേഷായത്. നാട്ടുകാർക്ക് മാത്രമുള്ളതും പ്രശ്നേഷ്, ഇപ്പം വീട്ടുകാർക്ക് അവൻ പ്രശ്നേഷായി. ഇത് മാത്രമല്ല, ഇത് കുറെ വീഡിയോസ് ഇവന്റെ ചെറുപ്പകാലത്ത് ഈ ഒരു അമ്മയുടെ അനുഭവങ്ങളൊക്കെ വെച്ച് ഇവൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഭയങ്കര ഹിറ്റാണ്. മില്യൺസ് ഓഫ് വ്യൂവർഷിപ്പ് അതിനെ കിട്ടിയിട്ടുണ്ട്. വേറൊരു വീഡിയോ കാണിച്ചു തരാം. പാക്കറ്റാണ് നമ്മുടെയൊക്കെ നാട്ടിൽ നിജാം പാക്കൊക്കെ പോലത്തെ സാധനം കിട്ടുമല്ലോ. മേടിച്ചിട്ട് തന്നെ 15 വർഷം കഴിഞ്ഞ. എത്ര രൂപയായിരുന്നു ഒരു 15 വർഷത്തിന് മുന്നേ? 50 രൂപയായിരുന്നു. അമ്മച്ചിയുടെ ഒരുപാട് കഷ്ടപ്പാട് വന്നിട്ടുണ്ട് ഈ ഒരു സിംഗിൾ പാക്കറ്റിനെ പുറത്ത്. കാരണം വീട്ടിലെ കാര്യം നോക്കുന്ന അമ്മച്ചിയായിരുന്നു, ഞങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസ് നോക്കുന്ന അമ്മച്ചിയായിരുന്നു. ഒരു സിനിമ കാണുന്ന ഒരു വൈബില് ആൾക്കാർ ഇങ്ങനെ രാത്രിയാകുമ്പോ അല്ലെ സന്ധ്യയാകുമ്പോ ചുറ്റും കൂടിയിരിക്കും ആ ഏരിയയിൽ നമ്മുടെ വീട് നോക്കിക്കൊണ്ട്. ലൈറ്റൊക്കെ ഓഫ് ആക്കിക്കൊണ്ട് ഇങ്ങനെ കാത്തിരിക്കുവാണ്. പ്രശ്നം കഴിഞ്ഞ ദിവസവും ഇതേ അവസ്ഥയായിരുന്നു ഇവന്റെ വീട്ടിലെന്നാണ് അറിയാൻ സാധിച്ചത്. നാട്ടുകാരൊക്കെ ഓടി വന്ന് പോലീസിനെയൊക്കെ വിളിക്കാൻ പോയി എന്നൊക്കെയാണ് പറയുന്നത്. ആ പയ്യന്റെ അടുത്ത് അങ്ങനെയാണ് പറഞ്ഞത്. ഉണ്ടാകുന്ന കണ്ട് അവർക്ക് രസിക്കാൻ വേണ്ടി. നമുക്കാണെങ്കിൽ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് സമാധാനമായിട്ട് പിള്ളേരുമായിട്ട് ഒന്ന് കിടന്നുറങ്ങാനുള്ള ഇത് നോക്കി നമ്മളും പാടുപെടുക. കുടുംബം നോക്കണം, ഈ സാധനം മേടിച്ചു കൊടുക്കണം. കണ്ടുപിടിച്ചിരുന്ന അങ്ങനെ അമ്മച്ചി തല്ലി ഉറപ്പായിട്ടും ഉള്ള ഫുഡില് തുപ്പിയിട്ടും മണ്ണുവാരിയിട്ടും വിശന്ന് ചത്തുപോകുന്ന സിറ്റുവേഷൻ ഇല്ലേ, അതിന്റെയൊക്കെ പറ്റയിലെത്തും. കൈക്കോടാലി ഒക്കെ എടുത്തോണ്ട് വെട്ടാൻ വരല്, ചവിട്ടി ഇറക്കല്. കൊച്ചിനെ ഒരു 2-3 വയസ്സുള്ളപ്പോ ചിഞ്ചുര മോന്തൊക്കെ ഒരു പൊട്ട് കിട്ടിയിട്ട് ഇങ്ങനെ വീർത്തിരുന്നു പോയി. അത്രയും ക്രൂരനായിരുന്നു ഞങ്ങളുടെ പിതാജി. പണ്ട് ക്രൂരനായ പിതാജിയെ വിറ്റ് ഇവൻ റീച്ച് ഉണ്ടാക്കി. ഇപ്പോ സ്വന്തം അമ്മയും പെങ്ങളെയും കുറ്റം പറഞ്ഞ് ഇവൻ ജീവിക്കുന്നു. എന്തോന്നടേ ഇതൊക്കെ? എന്റെയൊക്കെ വീട്ടിൽ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അത് വീട്ടിൽ തന്നെ വെച്ചാൽ പോരെ. എന്തിനാണ് വന്ന് നാട്ടുകാരെ കൂടെ അറിയിപ്പിക്കാൻ നിൽക്കുന്നത്? നീ ചെയ്യുന്ന ഫാമിലി വ്ളോഗ് അല്ല. ഫാമിലി വ്ളോഗ് ആണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്ന് പറയുന്നതിനകത്ത് ഒരു അന്തസ്സുണ്ടെന്ന് പറയാം. ഇതിപ്പോ നീ ചെയ്യുന്നത് എന്താ? നിന്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട റീൽസും വീഡിയോസും ഒക്കെയാണ് നീ കൂടുതലും ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് നാട്ടിൽ കാണുന്ന പ്രശ്നങ്ങളും. ഇതിപ്പം വീട്ടിലെ പ്രശ്നം കൂടി ഇതിനകത്ത് ഇടുമ്പോൾ ഇത് ഒരുമാതിരി ഒന്നെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ടുള്ള പുതിയ ഫോർച്യൂണർ വല്ല എടുക്കാൻ പ്ലാൻ ഉണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നു ഇനി ഫോർച്യൂണർ എടുക്കാൻ വല്ല പ്ലാൻ ഉണ്ട്, കാർ അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം ഇത് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുമായിട്ട് വന്നത്. യൂട്യൂബിൽ ഒരു ലോങ് വീഡിയോ ഇടാൻ കുറച്ച് പൈസ അധികം കിട്ടിയാണല്ലോ. ഈ ഷോർട്സിനകത്തൊക്കെ എന്തോ കിട്ടാൻ അങ്ങനെയൊന്നും അധികം കിട്ടത്തില്ല. അല്ല, വീഡിയോ കാറോ ഒക്കെ മേടിക്കണമെങ്കിൽ യൂട്യൂബിൽ ഇടണം. യൂട്യൂബിൽ ഇട്ടാലേ പ്രൊമോഷൻസ് കൂടുതൽ വരുന്നു, വ്യൂവർഷിപ്പ് കൂടുതൽ വന്നു, മില്യൺസ് ഓഫ് ആൾക്കാർ എൻഗേജ്മെന്റ് വന്നു. ലോങ് വീഡിയോസിനൊക്കെ നിങ്ങൾക്ക് റീച്ച് കുറവാണ്. അതിപ്പം ഇപ്പം ബെസ്റ്റ് ടൈമാണ് റീച്ച് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയത്. വളരെ മോശം മോനെ, വളരെ മോശമെന്ന് എനിക്ക് പറയാനുള്ളൂ. തൊട്ടി പരിപാടിയാണ് ഈ കാണിക്കണത്. ഇതിന്റെ അടി വന്ന കുറെ കമന്റ്സ് ഉണ്ട്, ഞാൻ കമന്റ്സ് ചെയ്യാനൊന്ന് വായിക്കാം. ഇനി നെഞ്ചും വിരിച്ച് പറയടാ മോനെ, ഞാൻ ആ പ്രശ്നേഷ് എന്ന് പൊളിക്കണം. ഈ വീഡിയോ അടി വന്ന കമന്റ് ആണ്. ഇവൻ ഇത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ട? അവൻ തന്നെ അവനെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ഐ ആം പ്രശ്നേഷ് മോൻ. പുതിയ ഫോർച്യൂണർ ലോഡിങ്, ഞാൻ നേരത്തെ പറഞ്ഞ സാധനം തോന്നുന്നു. കാർ അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായെന്ന് തോന്നുന്നു. അമ്മയോട് അരി ഡെറ്റോൾ ഇട്ട് കഴുകാൻ പറഞ്ഞു കാണും. സ്വാഭാവികം, ഇവൻ അതല്ല അതിന്റെ അപ്പുറവും പറയും. ഗ്രീൻ ഹൗസ് ലിക്വിഡ് ഇട്ട് കഴുകാൻ പറഞ്ഞിട്ടുണ്ടാവും. ഇനി നിന്റെ ഭാര്യയെ കൂടുണ്ട് തള്ളി പറയാൻ, എന്നാലും നിനക്ക് മനസ്സിലാകില്ല നിന്റെ നാക്ക് തന്നെയാണ് നിന്റെ പ്രശ്നം. നല്ല രീതിയിൽ നെഗറ്റീവ് കമന്റ് ഇതിന്റെ അടി വരുന്നുണ്ട്. സ്വന്തം അനിയത്തിയെ പറ്റി ഇങ്ങനെ പറയണമെങ്കിൽ നിന്നെ എന്ത് വിളിക്കണമെന്ന് അറിയില്ല. എനിക്ക് ആ ഒരു വീഡിയോക്കകത്ത് ഇവന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ തന്നെ ഇവനെ 4 പറയാൻ കാരണം അവൻ ആ ഒരു പർട്ടിക്കുലർ ഡയലോഗ് അടിച്ചതാണ്. ഇനിയിപ്പോ ആ പെങ്കൊച്ച് അങ്ങനെ തന്നെ വിളിച്ചെന്നിരിക്കട്ടെ, നിന്റെ പെങ്ങളെ പറ്റി അങ്ങനെ ഒന്ന് പറയാൻ പാടുണ്ടോടാന്ന് അറിയി. എനിക്കിത് കേട്ടപ്പോ എനിക്ക് ചോദിച്ചു എന്നുള്ള കാര്യം പറയാമല്ലോ. ഇത് നിന്റെ ഏറ്റവും പേഴ്സണലായിട്ട് ഇരിക്കുന്ന 1-2 ആൾക്കാരെടുത്ത് പറയുന്ന പോലല്ല. നിന്റെ ഇത്രയും ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ടിനകത്ത് വന്നിട്ടാണ് നീ ഈ പറയുന്നത്. ആ പെങ്കൊച്ചിന് ഒരു ഭാവിയുണ്ട്. നിന്റെ പെങ്ങളാണത്, വേറെ നാട്ടിലെ കടക്കുന്ന പെങ്കൊച്ചല്ല. അതിനൊരു ഭാവി ഉണ്ടെന്നോ അതിനെപ്പറ്റിയാണ്
രീതിയിലാണ് നീ സംസാരിക്കുന്നത്? നിനക്ക് ഉത്തമ ബോധ്യമുണ്ടോ? നീ എന്ത് വിവരക്കേടാ വന്ന് വിളിച്ചു പറഞ്ഞേ? നീ ഇപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ വിളിച്ചു പറയാൻ പാടുണ്ടോ? എന്തോന്നാടാ ഇവന്റെ വിവരം? ഇത്ര മാത്രമേ ഉള്ളൂ, ഇവന് ഇത്രേ ഉള്ളത്. മനസ്സിലായി? നിങ്ങൾ മനസ്സിലാക്കണം. അടുത്ത കമന്റ്, സ്വന്തം അമ്മയെയും പെങ്ങളെയും പറ്റി പബ്ലിക്കായി പറയുന്നുണ്ട്, നാളെ ഭാര്യയെ പറ്റിയും പറയും. ഇറ്റ്സ് കാൾ പ്രശ്നേഷ്. സ്വാഭാവികം, അതും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാര്യം ഇവൻ പ്രശ്നേഷ് ആണ്. ഇവന് അറിഞ്ഞിട്ട പേരാണ് പ്രശ്നേഷ്. ആ ഒരു പേരിനോട് ഇപ്പൊ നീ 100% അല്ല 150% നീതി പുലർത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയ പ്രശ്നമല്ല, പ്രശ്നം അതീവ ഗുരുതരമാണെന്നാണ് അറിയാൻ സാധിച്ചത്. ആ അമ്മയോ പെങ്ങളോ ഒരു റിപ്ലൈ ആയിട്ട് വരാത്തതിന്റെ പേരിലാണ് ഞാൻ എന്താണ് കാര്യമെന്ന് വന്ന് വീഡിയോയ്ക്കകത്ത് പറയാത്തത്. മാത്രമല്ല നാട്ടുകാരുടെ പെർസ്പെക്റ്റീവ് ആണ്, അത് പല രീതിയിൽ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു വെർഷൻ ആയിരിക്കും നാട്ടുകാർക്ക് പറയാനുള്ളത്. അപ്പോൾ അത് വന്ന് പറയുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ടാണ് പറയാത്തത്. കൂടുതലൊന്നും പറയില്ല. എന്താണ് നിങ്ങൾക്ക് ഇത് കണ്ടപ്പം തോന്നുന്നത്? താഴെ വന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ശരി ഗൈസ്, അടുത്ത പ്രശ്നമായിട്ട് പിന്നെയും കാണാം. ടാറ്റാ, ബൈ ബൈ.